സുഹൃത്തുക്കളെ, പിടിയും കോഴിയും അല്ലെങ്കിൽ പിടിയും ബീഫും നമ്മുടെ തെക്കൻ കിഴക്കൻ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആഹാര വിഭവമാണ് പിടി. അത് നമുക്കിന്ന് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പൊടി എടുക്കാം. നമ്മൾ ഈ പൂരം പൊടി ഉണ്ടല്ലോ, പൂരം പൊടി അത് അധികം മൂക്കാതെ എടുത്ത് വറുത്തെടുക്കുന്ന ഒരു പൊടിയാണിത്. നമ്മളതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് അതൊന്നിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കാവുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കുഴയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല പോലെ കുഴച്ചെടുത്തില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ചെറിയ ചെറിയ ഉണ്ടകളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു ആഹാരമാണിത്. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കുഴയ്ക്കുന്ന കാര്യത്തിലാണ് ഇതിൻ്റെ പ്രത്യേകത. നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാടുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും. അതുപോലെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ കിട്ടും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അതായത് നമ്മുടെ പൊടി നമ്മളിങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എറണാകുളം ഭാഗത്താണ് കേട്ടോ. എറണാകുളം പഴന്തോട്ടം കിഴക്കൻ മലയോര ഗ്രാമമാണ്. നമ്മൾ ആലുവയിൽ നിന്നാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം നമ്മളവിടെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മളപ്പോൾ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുത്താണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. എത്ര സമയം എടുത്താലും എന്താ നമുക്ക് നല്ല രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കാമല്ലോ. അതിൻ്റെ ഇടിച്ചവന പരുവത്തിലെത്തിക്കണം കേട്ടോ. നല്ല കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അവൻ പൊട്ടിപ്പോവില്ല. നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. അത് നമുക്ക് കാണിച്ചു തരാം. ഈ കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ കാര്യം കേട്ടോ. വേണ്ട, കുഴച്ച് നല്ല മയപ്പെടുത്തി അങ്ങോട്ട് എടുക്കണം ഇവനെ. എന്നാലാണ് നമുക്കത് ഉണ്ട കൂട്ടി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിതിനെ ഓരോ ഭാഗങ്ങളാക്കി നമ്മൾ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സ്ത്രീ ജനങ്ങളുണ്ട്, പിള്ളേരുണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് നമുക്കത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കും. ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എല്ലാവരും ഇതിൻ്റെ പണിയിലാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ കട്ട് ചെയ്തിട്ട് വീഡിയോൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഭക്ഷണത്തിൻ്റെ കറികളുടെ പരിപാടി നോക്കുന്നുണ്ട്. കറികളൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ വിഭാഗമാണ്. അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടയിൽ പോയിട്ട് കറികളൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ നമ്മളിതിന് കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് മെയിനായിട്ട്. നാടൻ ചിക്കനുണ്ട്, സാധാ ചിക്കനുണ്ട്, പിന്നെ ബീഫ് കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറിയുണ്ട് കേട്ടോ. ആർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ കൂടെ എന്തും ശരിക്കും നമ്മുടെ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കൂടുതലായിട്ട് വരുന്നത്. അതായത് നമ്മൾ എല്ലാവരും കുഴച്ചെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി എടുക്കണം കേട്ടോ. രണ്ടത് വളം ഉണ്ടാക്കിയെടുക്കും. കുറച്ച് സമയമെടുത്ത് ചെയ്താലെന്താ നമുക്ക് ആ ടേസ്റ്റോട് കൂടിയുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ രസമല്ല. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പാട്ടൊക്കെ പാടി അതൊക്കെ രസമല്ലേ. ഞാൻ കത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അകത്തും എല്ലാവരും ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ ചെക്കനും പെണ്ണിനൊക്കെ ഉണ്ടാക്കി
പിന്നെ ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ ഇത് കിട്ടും കേട്ടോ. ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇതുവരെ കഴിക്കാറ്, നമ്മളിങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരുവിധം എല്ലാവരും ഉരുട്ടി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് പാചകം ചെയ്യാൻ പോവാണ്. നമ്മളിത് തിളപ്പിച്ച വെള്ളം, അതിലേക്ക് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചാണ് കേട്ടോ ആ മിശ്രിതം നമ്മളിതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ജീരകവും വെളുത്തുള്ളി, ജീരകം എന്ന് വെച്ചാൽ നല്ല ജീരകം കേട്ടോ, അതാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മുടെ വെള്ളം, നമ്മൾ ആദ്യം വെച്ച വെള്ളത്തിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട് തിളച്ചപ്പോൾ. നമ്മളിനി അത് ഇടുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ വെളുത്തുള്ളിയും ജീരകം കൂടി അരച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് മിക്സാക്കണം. വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം പോരാന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാനുണ്ട്. നമ്മൾ മാറ്റി വെച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ട കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇളക്കി, കട്ട കൂടാതിരിക്കുക, ഇളക്കി കൊടുക്കാം. ഈ തള വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് സെറ്റായി കിട്ടുന്നത്. നമ്മൾ ആ പൊടിയും കൂടി ബാക്കി കുറച്ചും കൂടി പൊടി ഉണ്ടായിരുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരും. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അന്ന് വിശേഷ ദിവസങ്ങളായതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് അവിടെ കാത്തിരിക്കുകയാണ് കഴിക്കാനായിട്ട്. കുഞ്ഞു മക്കൾ വരെ ഉണ്ട് കേട്ടോ. ഒരാളിത് അവിടെ നിന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്, ആയില്ല എന്നൊക്കെ ചോദിക്കേണ്ട ഇടയ്ക്ക്. എനിക്കത് ഇതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് സമ്മതിക്കില്ല, ആൾ മണ്ണൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, സോപ്പും വെള്ളമൊക്കെ ഉണ്ട്. ആളടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിടിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കും, തിളച്ച് അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അകത്തേക്ക് മാറ്റി ഊണുമേശയിലേക്ക് വയ്ക്കുക. അത് നമ്മുടെ ബീഫ് കറി, ചിക്കൻ കറി, 2 തരം ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇത് ബീഫ് കറി, നമ്മുടെ പിടി ഇരിക്കുന്ന കേട്ടോ. പിന്നെ മീൻ കറി ഉണ്ട് കേട്ടോ. കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. ഓക്കെ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.